ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. മത്തായി 7-ന്റെ 22-ഉം 23-ഉം. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരുപാട് കണക്കുകൾ നിരത്തി വല്ലാതെ മനുഷ്യരെ കുഴപ്പിക്കുന്നതൊന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യന്മാർക്കോ മറ്റുള്ളവർക്കോ നേരിട്ടിട്ടില്ല. കണക്കുകൾ കൊണ്ടൊന്നും പരിമിതപ്പെടുത്താതിരുന്ന കർത്താവിനെ കണക്ക് പറയുന്ന ആളുകൾ വല്ലാതെ മടുപ്പിക്കുകയും ചെയ്തു. ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന പരീശൻ അത്ര മോശപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല. മതനിയമങ്ങളൊക്കെ കൃത്യമായി അനുസരിച്ച് നല്ല ചിട്ടയിൽ വളർന്നു വന്ന ഒരു യഹൂദനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പാളിപ്പോയത് അവിടെയല്ല. ചെയ്ത പുണ്യത്തിൻ്റെയൊക്കെ കണക്ക് കൃത്യമായി സൂക്ഷിച്ചിരുന്നു. ദൈവത്തിന് വേണ്ടി ചെയ്തതിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിർവഹിച്ചതിൻ്റെ കണക്ക് എത്ര വലുതായിരുന്നാലും അതിന് സ്വർഗവാതിൽ തുറക്കാനുള്ള ബലമില്ലെന്ന് കർത്താവ് പല തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗം ഒരു പക്ഷെങ്കിൽ ആത്മാർത്ഥമായിട്ട് വായിച്ചാൽ നമ്മിൽ ഞെട്ടലുളവാക്കുന്ന ഭാഗമാണ്. മത്തായി 7-ന്റെ 22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു, പിശാചുകളെ പുറത്താക്കി. അങ്ങനെയുള്ളവരോട് പറയുന്ന മറുപടി അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും തീർത്തും വിഭിന്നമാണ്. ഒരു അനുമോദനം പ്രതീക്ഷിച്ചായിരിക്കാം ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ അവർ നിരത്തി വയ്ക്കുന്നത്. കർത്താവ് പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമെന്നല്ല, തീർത്ത് പറയും. പിന്നെ അതിന് ബാക്കി ഒരു അപ്പീലില്ല, തീർത്ത് പറയും. എത്ര വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല, എത്ര സ്നേഹത്തോടെ ചെയ്തു എന്ന് മാത്രമേ കർത്താവ് ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മളത് ചെയ്തതിൻ്റെ ഒരു പിൻബലം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ്? 4 ആളുകളുടെ മുമ്പിൽ തങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് എടുത്തു കാണിക്കാനാണോ? പേരും പ്രശസ്തിയും കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുന്നതിനാണോ? കർത്താവ് തൻ്റെ നാമത്തിൽ ചെയ്ത ഒരു കാര്യങ്ങളും കണക്ക് സൂക്ഷിച്ച് അതിന് പ്രതിഫലം നൽകുന്ന ദൈവമല്ല. ദൈവത്തെ മാത്രമല്ല, ചില ആളുകൾ നമ്മളെയും അങ്ങനെ മടുപ്പിക്കാറുണ്ട്. ചെയ്ത കാര്യങ്ങളുടെ പട്ടികയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് ഇങ്ങനെ അവരുടെ മേന്മയൊക്കെ നിരത്തി വയ്ക്കും. ചിലർക്ക് അതൊരു നേരം പോക്കാണ്, അതൊരു കൗതുകത്തോടെ കേട്ടിരിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ള കണക്ക് പറച്ചിലുകൾ ഏറ്റവും പരിഹാസ്യവും നിന്ദ്യവും ആകുന്നത് സ്വന്തം വീട്ടകങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോഴാണ്. ഒരു കണക്കിനും പ്രസക്തിയില്ലാത്ത ഇടമാണ് നമ്മുടെ വീട്. എന്നിട്ടും ഞാൻ ഈ വീടിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ആരെങ്കിലും ചില കണക്കുകൾ അവിടെ ഉയർത്തിയാൽ, അല്ലെങ്കിൽ ചില പരിഭവങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ, ആ ചെയ്തതെല്ലാം സ്നേഹം കൊണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. പലപ്പോഴും കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആകുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഈ പദം പറച്ചിലുകളൊക്കെ ആരംഭിക്കുന്നത്. കൂടുതൽ സംസാരിക്കുന്നവരായതുകൊണ്ടാവാം പലപ്പോഴും സ്ത്രീകൾ ഇക്കാര്യത്തിൽ
കുറച്ച് മുന്നിട്ട് നിൽക്കുന്നവരുമാണ്. ചിലർ 10 മാസം ചുമന്ന് പെറ്റ കണക്കൊക്കെ പറഞ്ഞ് കുറച്ചും കൂടെ കടത്തിവെട്ടി സംസാരിക്കുന്നവരാണ്. കർത്താവ് കണക്ക് പരീക്ഷയിൽ ഒരു പക്ഷെങ്കിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ടെന്ന് ബോബി അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഒരു കണക്കുകളും സൂക്ഷിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ലംഘനങ്ങളും പാപങ്ങളും കണക്കിൻ്റെ പട്ടികയിൽ നിരത്തി വയ്ക്കാതെ അത് ക്ഷമിക്കുക മാത്രമല്ല, മറച്ചു പിടിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മുടെ വീഴ്ചകളുടെ പട്ടിക തുറന്നു കാട്ടാതെ മറച്ചു പിടിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നു, സ്നേഹം കൊണ്ട് ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടെ, അത് വലിയ ഒരു കണക്ക് സൂക്ഷിക്കലിൻ്റെ കാര്യമായി തീരാതെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ചില ആളുകൾ നിശബ്ദരായി ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദൈവം മാനിക്കുന്ന പ്രവർത്തികളാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾ കണക്ക് സൂക്ഷിക്കുന്ന വിധത്തിലാകാതെ സ്നേഹത്തിൽ പൊതിഞ്ഞതും പരിലാളനയിൽ ഉള്ളതുമാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ, അതിനുള്ള കഴിവ്, ആരോഗ്യം ഒക്കെ ഞങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണയിൽ മാത്രം ആശ്രയിക്കുന്നു. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാത്ത വിധത്തിൽ നന്മ ചെയ്യാൻ ഞങ്ങളെ ഉത്സാഹിപ്പിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയൊരു വർഷത്തിലേക്ക് അവരെ നയിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.